രമ്യയും മനോജും വാടക വീട്ടിൽ കഴിയുകയാണ്. രമ്യയുടെ കയ്യിലുണ്ടായിരുന്ന ഉള്ള സ്വർണമൊക്കെ പണയപ്പെടുത്തിയാണ് വീടെടുത്തതും വാടകയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും അത് കണക്ക് വിവാഹം രജിസ്റ്റർ ചെയ്തതൊക്കെ. രമ്യയുടെ കയ്യിലിരുന്നതെല്ലാം തീർന്നു. ഇനി ചിലവിനുള്ളത് കണ്ടെത്തണം. മനോജാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്ന ആളല്ല. ഗൾഫിലേക്ക് പോകാനിരുന്നതാണ്. പക്ഷേ രമ്യയെ കല്യാണം കഴിച്ചതോടുകൂടി വീട്ടുകാർ സഹായിക്കാമെന്നുള്ള വാക്ക് അവർ പിൻവലിച്ചു. അതോടുകൂടി ഗൾഫിൽ പോകുന്ന കാര്യത്തിലും ഒരു തീരുമാനമായി. ഇനി എങ്ങനെ പോകും? രമ്യയെ കല്യാണം കഴിച്ചതോടുകൂടി ഗൾഫിൽ പോകാനുള്ള സാമ്പത്തിക സഹായം ഇനി വീട്ടുകാർ ചെയ്യില്ല. അതിന് രമ്യയ്ക്കായിരുന്നു കുറ്റം. നീ കാരണം ഇനി അവർ ഉള്ളത് തരാമെന്ന് പറഞ്ഞതും തരില്ല. ഇനി ഗൾഫിൽ പോകാൻ പറ്റത്തില്ല, നാട്ടിലെന്തെങ്കിലും നോക്കാം. അത് വെറും പറച്ചിൽ മാത്രമാണ്. അവന് ജോലിക്ക് പോകുന്നത് പണ്ടേ ഇഷ്ടമല്ല. ഇങ്ങനെ കറങ്ങി നടക്കണം, അതൊക്കെയാണ് മനോജിന് ഇഷ്ടം. പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളും ഇല്ല. വീട്ടുകാർ പ്രത്യേകിച്ചൊന്നും അറിയിക്കാതെ വളർത്തിയത് കൊണ്ടാകും ആ ബുദ്ധിമുട്ടുകളൊന്നും ഇവന് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പൈസ അപ്പോൾ തന്നെ ചിലവാക്കി തീർക്കും. പിന്നീട് വീണ്ടും പൈസ വീട്ടുകാരോട് ചോദിക്കും. ജോലിക്ക് പോകുന്ന ശീലമില്ലാത്തതുകൊണ്ട് മകനെ പിണക്കണ്ട എന്നതുള്ളതുകൊണ്ടും വീട്ടുകാർ പൈസ കൊടുക്കുമായിരുന്നു. ഇനി വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അവനതായിരുന്നു വിഷമം. അങ്ങനെ വാടക വീട്ടിൽ ജീവിതം തുടങ്ങി. മൊത്തത്തിൽ പ്രാരാബ്ദം. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. എല്ലാം ചിലവായി. രമ്യയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതിയോട് കൂടി ജീവിച്ച ഒരു വ്യക്തിയാണ്. അല്ലലൊന്നും അറിയിക്കാതെയായിരുന്നു അച്ഛനും അമ്മയൊക്കെ വളർത്തിയത്. രവിയെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ സൗഭാഗ്യം കൂടുകയാണ്. ഒരു പൊടി പോലും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ വിഷമതകളോ ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കുറേശ്ശെയായി അതറിയാൻ തുടങ്ങി. കാരണം രമ്യയായിരുന്നു ഇതുവരെയുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഇനി രമ്യയുടെ കയ്യിലൊന്നുമില്ല. ചിലവിൻ്റെ കാര്യങ്ങൾ തന്നെ കഷ്ടിയാണ്. സ്വർണത്തിൻ്റെ കുറച്ച് പൈസ ബാലൻസ് ഉള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തി. എങ്കിലും അവൾക്ക് സന്തോഷമായിരുന്നു. മനോജ് തന്നോടൊപ്പം ഉണ്ടല്ലോ, അതായിരുന്നു അവൾക്ക് ഏറ്റവും വലുത്. ബാക്കി എന്തും സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു. പക്ഷേ മനോജിൻ്റെ ആറ്റിറ്റ്യൂഡ് വേറെയായിരുന്നു. രമ്യയെ കല്യാണം കഴിച്ചതോടുകൂടി തൻ്റെ അവസ്ഥ വളരെയധികം മോശപ്പെട്ടു എന്നാണ് മനോജിന് തോന്നിയത്. കാരണം മനോജ് തൻ്റെ വീട്ടുകാരെയായിരുന്നു സാമ്പത്തികമായിട്ട് ഏറെക്കുറെ ആശ്രയിച്ചിരുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഈ ലോകം മൊത്തം കറങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇനി അവർ പൈസ തരില്ലല്ലോ, എന്ത് ചെയ്യും? അതുകൊണ്ട് അവന് ദേഷ്യം രമ്യയോടായി. ഞാനിനി ചെലവിനൊക്കെ എവിടുന്ന് പൈസ കണ്ടെത്തും? നിന്റെ കയ്യിലുള്ളതെല്ലാം തീർന്നോ? ഓ, എൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു. അതാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിയത്. ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല. കമ്മൽ വരെ പണയം വെച്ചു, അവൾ പറഞ്ഞു. എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടുകാരായിരുന്നു പൈസ തന്നുകൊണ്ടിരുന്നത്. എന്തിനും ഏതിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇനി ഞാൻ ആരോട് പോയി ചോദിക്കും? എല്ലാം നമ്മുടെ ഈ പ്രണയം കാരണമാണ്. അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയായോ? രമ്യ ചോദിച്ചു. രമ്യ വിചാരിക്കുന്ന അവൻ തമാശയ്ക്ക് പറയുന്നതാണെന്നാണ്. പക്ഷെ അവൻ ഉള്ളിൽ തട്ടിയാണ് ഓരോ കാര്യങ്ങളും അവളെ കുത്തിക്കൊണ്ടിരുന്നത്. തനിക്ക് മാത്രമല്ല, ഇനി അവൾക്കും കൂടി താൻ ചെലവിന് കണ്ടെത്തണം. ഇതുവരെ ജോലിക്കൊന്നും പോയിട്ടുമില്ല, ജോലിക്ക് പോയി ശീലവുമില്ല. ഇനി ഇതിനായിട്ട് ജോലിക്ക് ഇറങ്ങണമല്ലോ എന്നതായിരുന്നു അവന് ഏറ്റവും കൂടുതൽ ദേഷ്യവും വിഷമവും. ഒരു ജോലി കണ്ടുപിടിക്കണം, ഇനി അതിന് പോകണം. അതിനെക്കുറിച്ചൊക്കെ ഓർത്തപ്പോൾ അവന് തല കറങ്ങുന്നത് പോലെ തോന്നി. രമ്യയാണെങ്കിൽ ഇപ്പോൾ യാതൊരു അഭിപ്രായവും പറയാതെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനോജിനോട് ജോലിക്ക് പോകണമെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ മനോജിന് പിണക്കമോ ദേഷ്യമോ വന്നാലോ എന്ന് കരുതി അത് പറയാതെ സഹിക്കുകയാണ്. നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ആഹാരത്തിനാണെങ്കിലും എല്ലാം. നല്ല നല്ല ഫുഡുകൾ കഴിച്ചുകൊണ്ടിരുന്ന രമ്യ ഇപ്പോൾ കഞ്ഞിയും പയറും കഴിക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫുഡ് വേണം താനും. ഫുഡിൻ്റെ വിഷമതകളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അതവളെ വല്ലാതെ വലയ്ക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഉണ്ടാക്കി കഴിക്കണം. രണ്ടാമത് അതിനുള്ള ആഹാരത്തിനുള്ള വക കണ്ടെത്തണം. ഇതൊക്കെയായിരുന്നു അവരുടെ ചോദ്യചിഹ്നങ്ങൾ. വാടക കൊടുക്കേണ്ട സമയം ഇനി 1 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് അതൊരാശ്വാസമുണ്ട്. ഇപ്പം നിലവിൽ ആഹാരത്തിനുള്ള വക കണ്ടെത്തുന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. കുറച്ച് ദിവസത്തിനേക്കും കൂടെ ഉള്ള അരിയും പച്ചക്കറിയും പലവ്യഞ്ജനവും ഒക്കെ ഇരിപ്പുണ്ട്. അതും അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ കുറച്ച് ദിവസം നിൽക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു അവളുടെ ടെൻഷൻ. മനോജ് നീ എവിടെയെങ്കിലും ജോലി തിരക്ക്. ഇനിയിപ്പം നമുക്ക് കഴിഞ്ഞു പോകണ്ടേ? അവൾ പറഞ്ഞു. ഞാൻ ജോലി നോക്കാം. നീയും കൂടെ നോക്കാം. എവിടെയെങ്കിലും ഏതെങ്കിലും തുണിക്കടയിലോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലോ നീയും കൂടെ ശ്രമിക്ക്. തുണിക്കടയിലും ഷോപ്പിലോ? അതിനാണോ ഞാൻ പഠിച്ചത്? അവൾക്ക് അതിശയം വന്നു. പിന്നെ ജീവിക്കണ്ടേ? വലിയ ജോലി കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് കാത്തിരുന്നാൽ പട്ടിണി കിടന്ന് ചാകത്തേ ഉള്ളൂ. അതുകൊണ്ട് നീ ഉള്ള ജോലിക്കൊക്കെ പോകാൻ നോക്ക്. നീ നിൻ്റെ ഫ്രണ്ട്സിനോട് ആരെങ്കിലും എടുത്ത് എവിടെയെങ്കിലും കടയിൽ നിനക്ക് ജോലി വാങ്ങിച്ചു തരാൻ പറ. മനോജ് പറഞ്ഞു. മനോജിൻ്റെ ആ വർത്തമാനം കേട്ട് അവൾ അന്താളിച്ചിരുന്നു പോയി. എങ്കിലും അവൾ ക്ഷമിച്ചു. തങ്ങളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ. അവനും ആരുമില്ല, തനിക്കും ആരുമില്ല. ഈ സാഹചര്യത്തിൽ ഏതൊരു ഭർത്താവും പറയുന്നതേ അവനും പറഞ്ഞുള്ളൂ എന്നാണ് അവൾ കരുതിയത്. അവൾ കൂട്ടുകാരോടൊക്കെ തിരക്കി. അവർക്കൊക്കെ അതിശയമായിരുന്നു. ഇപ്പോൾ നിനക്കെന്തിനാ ജോലി? നിന്നെ പൊന്നുപോലെ നോക്കുന്നൊരു ഭർത്താവിനും നല്ല ജോലിയുമൊക്കെ ഉണ്ടല്ലോ. ആ ഭർത്താവിനെ ഇവൾ ഡിവോഴ്സ് ചെയ്തിട്ട് കാമുകനെ കല്യാണം കഴിച്ച കാര്യം ഫ്രണ്ട്സ് ഒന്നും അറിഞ്ഞിരുന്നില്ല. അല്ലടി, ഞാൻ വെറുതെ വീട്ടിലിരുന്ന് മടുത്തു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി വേണ്ടേ? അല്ലേ ഏതെങ്കിലും തുണിക്കടയിലോ? നിനക്കെന്ത്? അത് കൊള്ളാം. നിൻ്റെ അച്ഛനും അമ്മയും ഭർത്താവൊക്കെ അറിഞ്ഞിട്ട് തന്നെ നീ സംസാരിക്കുന്നേ. തുണിക്കടയിലൊക്കെ പോകാനാണോ അവർ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചേ? കൂട്ടുകാരികൾ വഴക്ക് പറഞ്ഞു. അല്ല, ഇവർ നേരം പോക്കിന്. ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ. വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് നീ PSC ടെസ്റ്റോ നിൻ്റെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയെ ശ്രമിക്കുക. അതൊക്കെ താമസം എടുക്കത്തില്ലേടി? തൽക്കാലമൊക്കെ ഒന്ന് പോകാൻ പറ്റിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് വീട്ടിൽ? രവിയേട്ടനോട് സംസാരിക്കണോ? ഒരു പ്രശ്നവും ഇല്ല. പിന്നെന്താ നീ ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ജോലി കിട്ടിക്കോളാൻ വയ്യാത്ത രീതിയിൽ നിൽക്കുന്നത്? കൂട്ടുകാരികൾ ചോദിച്ചു. അതൊന്നും ഇല്ലടി, രവിയേട്ടനോടൊന്നും പറയണ്ട. രവിയേട്ടൻ അറിഞ്ഞ് എന്നെ കൊല്ലും. അവൾ തമാശ എന്നോണം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഭഗവാനെ, ഇനി ആരോട് ഞാൻ ജോലി തിരക്കും? അവൾ ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായി. മനോജ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവൾ കുറച്ചു നേരം മുറ്റത്തും പരിസരത്തുമൊക്കെയായി ചുറ്റിത്തിരിഞ്ഞ് നടന്നു. ഇപ്പോൾ ആരും തന്നോട് അടുക്കാനോ ഒന്നിനും വരാറില്ല. ഒന്നാമത്തെ കാര്യം, നല്ലൊരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പഴയ കാമുകനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതാണ് ഇപ്പോൾ എല്ലാവർക്കും വിരോധമായിരിക്കുന്നത്. പിന്നെ അവരുടെയൊക്കെ വിരോധം അവരുടെ കയ്യിലിരിക്കട്ടെ എന്നുള്ള മട്ടിലായിരുന്നു രമ്യ. കുറച്ച് കഴിഞ്ഞപ്പോൾ മനോജ് വന്നു. എന്തായി? നീ കൂട്ടുകാരികളോടൊക്കെ ചോദിച്ചോ ജോലിയുടെ കാര്യം? ഞാൻ കുറച്ച് പേരൂടെ ചോദിച്ചു. ഒന്നും ആയില്ല. അവന് നല്ലതായിട്ട് ദേഷ്യം വന്നു. നീ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കും. നീ അവരോട് കാര്യം പറയാൻ എന്ത്? ജീവിക്കണമെങ്കിൽ ജോലി വേണം. ഞാനും ഇന്ന് എത്ര ഇടത്ത് തിരക്കിയിട്ട് വരുമെന്നറിയാവോ? അവൻ വെറുതെ വെച്ച് കാച്ചി. അവളെ എങ്ങനെയെങ്കിലും ജോലിക്ക് പറഞ്ഞുവിട്ട് കഴിയണമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം. തനിക്ക് മേലണെങ്കിൽ ജോലി ചെയ്യാൻ എന്തായാലും സാധിക്കില്ല. ഞാനും കുറേ ഇടത്ത് ജോലിക്ക് തിരക്കിയിട്ടാണ് വന്നത്. എനിക്കൊന്നും ശരിയായില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരുടെ വൈഫിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, നിനക്ക് ഏതെങ്കിലും കടയിൽ ഒപ്പിച്ച് തരാൻ പറ്റുമെന്ന്. അവർ 1-2 പേര് ആലോചിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ പോകത്തില്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. ആദ്യം പോകത്തില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. പോകാം, അവൾ പറഞ്ഞു. അങ്ങനെ ഏകദേശം രമ്യയ്ക്കുള്ള ജോലി ശരിയായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ സ്റ്റോറീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ സ്റ്റോറി കേൾക്കാൻ ശ്രമിക്കുക.